ഇത്തരം ഒരു സംഭവം ലോകത്തൊരിടത്തും നടക്കരുതെന്നാണ് എന്റെ പ്രാർത്ഥന. ഞങ്ങൾ ഇത് ആദ്യം കേട്ടപ്പോ വിശ്വസിച്ചില്ല. നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് സംശയിച്ചു പോയി. അച്ചോ, എന്നെ മനസ്സിലായോ? ഞാൻ DIG തോമസ് മാത്യു. ഇനിയും എന്താണാവോ? വെടികൊണ്ട് മരിച്ച പൗലോസിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും പോലീസുകാരെ ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഈ നാട്ടുകാരുടെ പേരിൽ ചില കേസുകളുണ്ട്. അതിനായി ചിലരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും വേണം. ഇനി ഇവിടെയുള്ള സാധുക്കളെ പിടിച്ചോണ്ടുവാനോ? എല്ലാം നഷ്ടപ്പെട്ട് വിങ്ങിപ്പൊട്ടി കഴിയുന്ന നിഷ്കളങ്കരായ ഗ്രാമീണരെ പിടിച്ചോണ്ടുവാനോ? നടക്കില്ല സാർ, നടക്കില്ല. അച്ചോ, വെറുതെ വാശി പിടിക്കണ്ട, ഞങ്ങൾ കൊണ്ടുപോകും. ഇല്ല, സാധ്യമല്ല. ഈ ലോഹ ഊരിക്കഴിഞ്ഞാൽ ഞങ്ങളും അവരെ പോലെ സാധാരണ മനുഷ്യരാണ്. നിങ്ങൾക്ക് അവരെ കൊണ്ടുപോയേ തീരുമെങ്കിൽ അത് ഞങ്ങളുടെയൊക്കെ നെഞ്ചി ചവിട്ടിക്കൊണ്ടാകാം. നിങ്ങളുടെ കടമ നിർവഹിക്കൂ. നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. ഡു ഇറ്റ് സാർ, പ്ലീസ് ഡു ഇറ്റ്. ഇതെന്തൊരിപ്പാ മോളെ? എത്ര നാളിങ്ങനെ ഇരിക്കും? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. മോൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റൊന്നും അല്ലല്ലോ. ഓർക്കപ്പുറത്തൊരു കൊടുങ്കാറ്റ് പോലെ വന്ന് നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ തകർത്ത് കളഞ്ഞൊന്ന് കരുതിയാ മതി. വാ, എന്റെ പൊന്നു മോള് വാ, വന്നിച്ചിരി കഞ്ഞി കുടിക്കേ. അതെന്ത് കുന്തമെങ്കിലും ആകട്ടെ, ഈ പത്രക്കാരും പടമെടുപ്പുകാരും എല്ലാരും കൂടെ ഇറങ്ങിയിരിക്കല്ലേ? നിങ്ങൾ നേതാക്കന്മാരാരുടെ കൂടെ നിൽക്കും, അതാ എനിക്കറിയേണ്ടത്. അതിങ്ങനെ ഏത്തവിടിയിക്കുന്ന പോലെ ഞങ്ങളെ കൊണ്ട് എപ്പോഴും പറയിക്കണം മുതലാളി. ഞങ്ങളുടെ അനുയായികൾ മുതലാളിക്കെതിരായി സമരം നടത്തിയിട്ടുള്ളപ്പോഴും ഞങ്ങൾ ആരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്? ഓശാരമൊന്നും അല്ലല്ലോ, കെട്ടുകണക്കിന് രൂപ തന്നിട്ടല്ലേ. ആയിക്കോട്ടെ, നിന്നോ ഇല്ലയോ അത് പറയണം. അതെന്തും ആകട്ടെ, നിങ്ങൾ ഉടനെ പോയി ആ കിളിപാടി അച്ഛനെ ഒന്ന് കാണണം. അയാൾ ക്രിസ്ത്യാനി ഒന്നും അല്ലെന്നാ എനിക്ക് തോന്നേ, വല്ല മാർഗം കൂടിയതിനുമായിരിക്കും. എന്തായാലും ആള് വെച്ച ഇനി ഇത് സംബന്ധിച്ച് വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും കയറി ഇടപെട്ടേക്കരുതെന്ന് ഒന്ന് പറഞ്ഞേക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. ഇതിനെല്ലാം കാരണം മത്തായി മുതലാളിയാണ്. അയാളോടാണ് ആദ്യം നമുക്ക് പകരം ചോദിക്കേണ്ടത്. മത്തായി മുതലാളി തങ്ങളുടെ ചിറ്റപ്പനല്ലേ? അതുകൊണ്ട് തെറ്റ് തെറ്റല്ലാതാകുമോ? ധൈര്യമുള്ളവർ എന്നോടൊപ്പം വരിക, എന്ത് നേരിടാനുള്ള തയ്യാറോടെ. സണ്ണി, സണ്ണി, അവിവേകം കാണിക്കരുത്. ഒരു മത്തായി മുതലാളിയെ തല്ലിയത് കൊണ്ടോ കൊന്നതുകൊണ്ടോ നമ്മുടെ പ്രശ്നം തീരുമോ? ഇവിടെ എത്രയോ മത്തായി മുതലാളിമാരുണ്ട്. അവരെ എല്ലാം കൊല്ലാൻ നിങ്ങൾക്കാകുമോ? അല്ലെങ്കിൽ തന്നെ മത്തായിയെ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് തീരുന്നാണോ നമ്മുടെ പ്രശ്നങ്ങൾ? ആവേശം കളയുക, ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കാണണം. നമുക്ക് നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. വരൂ. ഡ്യൂട്ടി ചെയ്യാനുള്ള സ്ഥലം കത്തിച്ചു കളഞ്ഞില്ലേ? ജോലി ചെയ്യുന്ന സ്ഥലത്തെ ദേവാലയത്തെ പോലെ ബഹുമാനിച്ചു പോന്നവനാണ് ഞാൻ. ആ ഔട്ട് പോസ്റ്റ് കത്തിയെരിയുന്നത് കണ്ടതോടെ എന്റെ മനസ്സിന്റെ എല്ലാ സമനിലയും തകർന്നുപോയി അച്ചു. പൊതുമുതൽ കാത്തു സൂക്ഷിക്കുകയാണ് എന്നെ പോലെയുള്ള പോലീസുകാരുടെ ജോലി. ഇവിടെ ഇനി കാത്തു സൂക്ഷിക്കാൻ എന്താ ഉള്ളത്? ഞാൻ പോവുകയാണ്. അവസാനമായി അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. ഇത്രയും കാലം ആ കാക്കിക്കുപ്പായത്തിനകത്തിരുന്ന് എന്റെ മനസാക്ഷി രാവും പകലും എന്നോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ഇനി വയ്യ. ആ കുപ്പായം ഊരി വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. അതെ അച്ചോ, ഞാൻ രാജിക്കത്ത് എഴുതി വച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലം ഇതുവരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാം. ഗുരുവായൂരപ്പനെ ഭജിച്ച് ഞാൻ ബാക്കിയുള്ള കാലം കഴിയും. അച്ഛൻ എന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ഇച്ഛയെത്തെടുക്കാൻ ആർക്കും കഴിയില്ല. ഇണങ്ങാത്ത കുപ്പായത്തിനുള്ളിൽ ശ്വാസം മുട്ടി കഴിയുന്നതിനേക്കാൾ അത് ഊരി എറിയുന്നതാ ഭംഗി. പരമാനന്ദം പിള്ളയുടെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.
കിളിപ്പാടിയിൽ നടന്ന പോലീസ് വെടിവെപ്പിനെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് കിളിപ്പാടിയിൽ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന പോലീസിന് നേരെ നാട്ടുകാർ കല്ലെറിയുകയും മാരകായുധങ്ങളുമായി നേരിടുകയും ചെയ്തപ്പോൾ സ്വയം പ്രാണരക്ഷാർത്ഥം പോലീസ് വെടിവെച്ചുവെന്നും അതിലൊരു അക്രമി മരിച്ചുവെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. സാധുക്കളായ നാട്ടുകാരെ കഞ്ചാവ് കൃഷിക്കാരാക്കിയതിലും അക്രമികളാക്കിയതിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. അസംബ്ലിയിൽ അങ്ങനെ പലതും നടക്കും. നമ്മൾ അത് കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. എന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ വരുന്നുണ്ട്, പത്രക്കാർ വരുന്നുണ്ട്, പടവെടുക്കുന്നുണ്ട്, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇവിടുത്തെ പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഈ പ്രദേശത്തെ കഞ്ചാവ് കൃഷിക്കാരുടെയും അക്രമികളുടെയും നാടായി കാണുകയാണ്. ആ സ്ഥിതിക്ക് ഇവിടുത്തെ സത്യാവസ്ഥ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് പോകാൻ പറ്റും. രണ്ടുപേർക്കും കൂടെ പോയി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കോ? മനുഷ്യരല്ലേ. ശരി, എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ. ഏതായാലും ഞങ്ങൾ മുഖ്യമന്ത്രി ഒന്ന് കണ്ടു. കീഴിലുള്ള പോലീസ് അർദ്ധരാത്രി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് ഒരുപാട് അക്രമങ്ങളൊക്കെ കാണിച്ചു. പാവപ്പെട്ടവരും പ്രായം ചെന്നവരുമായ ഒരുപാട് നിരപരാധികളെ തല്ലിച്ചതയ്ക്കുകയും നിരാലംബരായ പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും. ലജ്ജയില്ലേ നിങ്ങൾക്കിത് പറയാൻ? നിങ്ങളൊരു പുരോഹിതനല്ലേ? നിങ്ങൾ തന്നെ ഇങ്ങനെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചാൽ ആ ഗ്രാമത്തിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ ആരെങ്കിലും അങ്ങോട്ട് വരുമോ? പക്ഷേ അങ്ങയുടെ പോലീസ് ചെയ്ത അക്രമങ്ങൾ അങ്ങയോടെങ്കിലും ഞങ്ങൾക്കൊന്ന് പറയണ്ടേ? അതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഫാദർ. എന്റെ പോലീസുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തെറ്റിദ്ധാരണയൊന്നല്ല സർ, ഞങ്ങൾ നേരിട്ട് അറിഞ്ഞ കാര്യമാണ്. നേരിട്ടറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? നിങ്ങളെ അവർ ബലാത്സംഗം ചെയ്തോ? വല്ല മാനസിക രോഗികളും പറഞ്ഞുള്ള അറിവായിരിക്കും. താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്ന വേദനാജനകമാണ്. ആ രാത്രിയിൽ പാഞ്ഞുപോയ പോലീസ് വണ്ടികളുടെ ശബ്ദം, ഓരോ വീട്ടിൽ നിന്നും ഉയർന്നു കേട്ട നിലവിളികൾ, പിറ്റേന്ന് രാവിലെ ആ പാവം പെൺകുട്ടികൾ എല്ലാവരും കൂടി പള്ളിയിൽ വന്നു നിന്ന് കരഞ്ഞ കരച്ചിൽ, ഇതെല്ലാം കേട്ടപ്പോഴുണ്ടായ ഞെട്ടലിനേക്കാൾ ഞാനിപ്പോ ഭയപ്പെടുന്നു. ഇത്ര ഭീകരമായ ഈ അവസ്ഥയോട് താങ്കളും താങ്കളുടെ പോലീസും കാണിക്കുന്ന ഉദാസീനത കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഒരുവനാണല്ലോ ഞാനും എന്ന് ഓർക്കുമ്പോ. അവിടെ നടന്നതിന്റെ എല്ലാ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ആൾക്കാരെല്ലാം കൂടി പോലീസിനെ കല്ലെറിയുകയും ബസ് തല്ലി തകർക്കുകയും പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പരാതി പോലീസിന്റെ പേരിലോ? ഇത് എവിടത്തെ മര്യാദയാണ്? ബസ് തല്ലി തകർത്തതും പോലീസ് സ്റ്റേഷൻ തീ വെച്ചതും ഒക്കെ പോലീസുകാർ തന്നെയാണ് സർ. അനാവശ്യം പറയരുത്. പോലീസുകാർ പറഞ്ഞ കാര്യമാണിത്. ശുദ്ധ അസംബന്ധം. മിസ്റ്റർ വട്ടപ്പാറ എന്താ ഒന്നും പറയാത്തത്? ഇവർ പറയുന്നുണ്ടല്ലോ സാർ, ഇടക്കേറി പറയേണ്ടത് കരുതി. താങ്കളോട് കൂടുതൽ സംസാരിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ പോകുന്നു. അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾക്കും പരാതികൾക്കും ഒരു പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോയ ഞങ്ങൾക്കുണ്ടായ അനുഭവം തികച്ചും വേദനാജനകമായിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളെ സമീപിച്ചത് തന്നെ മുൻവിധിയോടുകൂടെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്കൊരിക്കലും നീതി ലഭിക്കുകയില്ലെന്നും ഞങ്ങൾക്ക് ബോധ്യമായി. പക്ഷേ ഒരു രാജ്യമെന്നും സർക്കാരെന്നും പറയുന്നത് ഒരു മുഖ്യമന്ത്രി മാത്രമല്ലെന്ന് അറിയാവുന്ന നമ്മൾ എല്ലാം സഹിച്ച് കീഴടങ്ങാൻ ഒരുക്കമല്ല. ഇവിടെ ഈ മലയടിവാരത്തിൽ കിടക്കുന്ന കിളിപാടിയിലെ സാധുക്കളും ശുദ്ധാത്മാക്കളുമായ മനുഷ്യരുടെ ശക്തി എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിനും നീതിക്കും വില കൽപ്പിക്കുന്ന മനുഷ്യർ ഈ രാജ്യത്തുണ്ടെങ്കിൽ അവരുടെ മനസാക്ഷി നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനുഷ്യത്വം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത കുറെ പോലീസുകാർ നമ്മുടെ ഈ ഗ്രാമത്തിൽ നടത്തിയ സംഹാര താണ്ഡവത്തിനുള്ള പരിഹാരം പിടിച്ചു വാങ്ങാൻ നാം ഒന്നായി കളക്ടറിലേക്ക് മാർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾ ഒരുക്കമാണോ എന്ന് എനിക്കറിയേണ്ടത്. മതി മതി, നമുക്കിനി ഒന്നും ആലോചിക്കാനില്ല. ഒന്ന് പറയേ. ഒയ്യോ, രക്ഷപ്പെട്ടു. അവസാനം സമ്മതിപ്പിച്ചെടുത്തു. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നറിയാവോ? ഞാനൊരാൾ അല്പം ബുദ്ധിമുട്ടിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം തീർത്തു. മനസ്സിലായില്ലല്ലോ. അയ്യോ, എന്റെയോ? ഞാനല്ലേ നിങ്ങളുടെ വട്ടപ്പാറ MLA. അല്ല, പറഞ്ഞത് മനസ്സിലായില്ല. അതായത് നമ്മുടെ ഈ കിളിപാടിയിൽ ചെറിയ ബലാത്സംഗമൊക്കെ നടന്നല്ലോ. തീരെ വശം കെട്ട് പോയവർക്ക് ആളൊന്നിക്ക് 1500 രൂപ വെച്ച് കൊടുക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട്. 1500 രൂപ ചെറിയ തുകയൊന്നുമല്ലല്ലോ, വലിയ തുകയല്ലേ? അപ്പോ നമ്മുടെ ഈ കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് നമുക്കൊന്ന് മാറ്റിവെക്കാം. അതിനു മുൻപ് ഞാനൊരു ചെറിയ നിർദ്ദേശം വെച്ചോട്ടെ. തുക പോരണ്ടായിരിക്കും. 200 കൂട്ടാം. ഇതിപ്പോ
1500 രൂപയല്ലേ? ആ ഞാനൊരു 15000 രൂപ തരാം. ആ. തന്റെ അമ്മയെയോ ഭാര്യയെയോ എന്നോട് വിട്ടുതരാവോ? അനാവശ്യം പറയരുത്. എന്താണോ കിളിപാടിയിലെ പെണ്ണുങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ അവരെ ബലാത്സംഗം ചെയ്തിട്ട് പണം കൊടുത്ത് പരിഹാരം കണ്ടെത്താമെന്ന് കരുതിയത്? അവർക്ക് നിങ്ങളുടെ അത്ര പണമില്ലായിരിക്കാം, പക്ഷേ അഭിമാനം നിങ്ങൾക്കുള്ളതിന്റെ 100 ഇരട്ടിയാണ്. ഞങ്ങൾ കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത് ഞങ്ങളുടെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തതിന്റെ കൂലി വാങ്ങിക്കാനല്ല. കൂറ്റൻ കാളകളെ പോലെ പാതിരായ്ക്ക് ഞങ്ങളുടെ വീടുകൾ കടന്നുവന്ന് എല്ലാം ചവിട്ടി മെതിച്ച പോലീസ് കാളകളെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത മനുഷ്യത്വമില്ലാത്ത മന്ത്രിമാരുടെ ഭരിച്ചുകൂടാ. അതവരെ ബോധ്യപ്പെടുത്താനാണോ?